ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഇരുമ്പൻ പുളി അച്ചാറാണ്. 1/4 കിലോ ഇരുമ്പൻ പുളിയാണ് അച്ചാറുണ്ടാക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പുളി കഴുകി വൃത്തിയാക്കി അതിലെ ജലാംശം മാറാൻ വേണ്ടിയിട്ട് ഒരു തുണി ഉപയോഗിച്ച് നമ്മൾ തുടച്ച ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഈ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളിയിലേക്ക് 3 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുപൊടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 9 അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് അച്ചാറുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇത് രാവിലെ മിക്സ് ചെയ്ത് വെച്ച ഇരുമ്പൻ പുളിയാണ്. ഇത് വൈകിട്ടാണ് നമ്മളിത് അച്ചാറുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിൽ വരുന്ന ഉപ്പുവെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് അച്ചാറുണ്ടാക്കുന്നത്. അച്ചാറുണ്ടാക്കുവാൻ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 12 അല്ലി കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ ചെറുതായി ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി വാട്ടിയതിന് ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. വെളുത്തുള്ളിയുടെ കളറെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളകിൻ്റെ കളറെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൊറുക്ക ഒഴിച്ച് കൊടുക്കാം. ചൊറുക്ക തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇരുമ്പാമ്പുളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായം പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പ് പോരെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പൻ പുളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്